തള്ളിയിടും. ആ വാവിന്റെ കൈ കൊടുക്കണ്ട. ആ അല്ല എന്റെ ഫ്രണ്ട് സക്കറിയുടെ ബേക്കറിന്നാ. എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാ. നിങ്ങളെ കഴിഞ്ഞ ആഴ്ച ആണല്ലോ വരൂന്ന് പറഞ്ഞേ. അന്നേ എല്ലാം മേടിച്ചൊക്കെ വെച്ചു. ഞാൻ കഴിക്കാറില്ല. പിന്നെ ഞാനാണ് പെൺകുട്ടിയുടെ അച്ഛൻ. എന്റെ പേര് ശീതളൻ, അറിയാലോ അത്. പിന്നെ ഇത് എന്റെ മൂത്ത അളിയനാണ്, എന്റെ ഭാര്യയുടെ ഇത് എന്റെ മകൻ. ഞാനിപ്പോ ഈ വീട്ടിലെ മുത്തച്ഛൻ. ഇവരുടെയൊക്കെ പറയാം. എന്റെ മകളുടെ കുട്ടി ഇത്. ഇവളുടെ ഭർത്താവാണിത്. ആ മന്മഥൻ. ഇത് കൊച്ചുമോനാണ്. കാരണമുള്ളപ്പോ ഇവിടെ വരാനൊക്കെ കാരണമായത് ആയത് പെണ്ണും ചെക്കനും തമ്മിൽ പ്രേമായ സ്ഥിതിക്ക് ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എതിര് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് എങ്ങനെയൊക്കെയാണ് ഇത് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കുക, എന്നിട്ട് അങ്ങോട്ട് നടത്തി കൊടുക്കുക. ഇപ്പൊ ആ പെണ്ണിനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ ചക്കൻ കെട്ടി തൂങ്ങി ചാവുന്നാ പറയണേ. ചുംബൻ. അല്ല, അപ്പൂപ്പൻ ചുംബൻ എന്ന് ഉദ്ദേശിച്ചതേ ഈ പ്രകാശം പരത്തുന്നവനാണല്ലോ മലയാളത്തിൽ അർത്ഥം. അപ്പൂപ്പൻ പൊട്ടരുത് തന്നെയാണ് ഉദ്ദേശിച്ചത്. സത്യത്തില് ഞങ്ങൾക്ക് ഇതിന് വലിയ താല്പര്യമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ ഇനിയിപ്പോ കുട്ടികളുടെ ഒരു കാര്യം ഇപ്പോഴത്തെ കാലല്ലേ, അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പൊ പിന്നെ കാര്യത്തിലേക്ക് അങ്ങോട്ട് കടക്കായിരുന്നു. ഞാൻ അത് കഴിക്കാറില്ല. പറഞ്ഞു വരുമ്പോ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഇപ്പൊ എങ്ങനെയൊക്കെയാണ് അത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാ കൊച്ചി രാജാവ് കേട്ടിട്ടില്ലേ? ആ കൊച്ചി രാജാവിന്റെ താവഴിയിൽ പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കുടുംബ. മുത്തശ്ശ, ഞങ്ങളും അമ്പലപ്പുഴ രാജകുടുംബത്തിന്റെ താവഴിയായിട്ട് വരും. രാജകുടുംബം? ഞാൻ രാജാവോ? പിന്നെ അപ്പോ ഇനിയുള്ള തീരുമാനങ്ങൾ എങ്ങനെയാന്നൊക്കെ അറിഞ്ഞാൽ. കല്യാണത്തിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പോ ഏകദേശം എത്ര ആളുണ്ടാവും ഇവിടെ? ഒരു 500 പേരുണ്ടാവും അല്ലേ? അല്ലല്ല, ഒരു 600 പേര്. എന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു 100 പേരുണ്ടാവും. അപ്പൊ ഒരു 600 പേര് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഓ, ആളുകളുടെ കാര്യത്തില് ഞങ്ങൾക്കും കുറവൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബക്കാരന് ഒരു 1000 പേരുണ്ടാവും. അതല്ലേ? എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അങ്ങോട്ട് താലി കെട്ടുക. അമ്പലത്തിൽ വേണ്ട. അതെന്താ? അല്ല, ഞങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു സ്ഥലം വേണം. ഒരു ഓഡിറ്റോറിയം മതി. അല്ല, നല്ല സൗകര്യമുള്ള അമ്പലം എടുക്കണം. അല്ല, അതെന്താ അറിയോ, ഞങ്ങൾക്ക് പൊതുവെ ഇത്തരം ആചാരങ്ങളോടൊന്നും വലിയ വിശ്വാസമില്ല. കല്യാണത്തിലോ? അല്ല, കല്യാണത്തിലല്ല, ആചാരപരമായ കല്യാണങ്ങളോട് വലിയ താല്പര്യം ഇല്ലാന്ന്. ഞങ്ങൾ ഈ യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവരാണേ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ യുക്തിവാദികളാ. നിങ്ങൾ യുക്തിവാദികൾ എന്തൊക്കെ വെച്ചാൽ ആയിക്കോ, അതിന് കുഴപ്പമില്ല. പക്ഷേ അമ്പലത്തിൽ വെച്ചിട്ടാണെങ്കിൽ കല്യാണം നടത്തിയാൽ മതി, ഇല്ലെങ്കിൽ നടത്തണ്ട. അച്ഛാ, മുത്തശ്ശൻ പ്രായമായ ആളല്ലേ, അപ്പൊ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനെങ്കിൽ. അല്ല, അതിനിപ്പോ ഞങ്ങൾക്ക് അതിൽ വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. ഞങ്ങൾക്ക് ആളുകൾ കുറച്ച് കൂടുതലുണ്ട്. ഒരു ഓഡിറ്റോറിയം ആണെങ്കിലേ ഞങ്ങൾക്ക് സൗകര്യപ്പെടുള്ളൂ. അതുകൊണ്ടാണ്. അതെ, ഒന്നും പറയല്ലേ, ഓഡിറ്റോറിയത്തിലാണെങ്കിൽ മതി. അവരുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ. എങ്ങനെ നടക്കും? അവരാഗ്രഹം നടക്കോ? എന്റെ കുട്ടി മരിക്കണ സമയത്ത് ഞാൻ കുട്ടിക്ക് വാക്ക് കൊടുത്തതാണ് അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം നടത്തുന്നത്. അല്ല, അപ്പൊ നിങ്ങളുടെ പോലെ പ്രായമായ ഒരുപാട് പേര് അവരുടെ ആഗ്രഹം നമുക്ക് തർക്കം വേണ്ട. ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഏതെങ്കിലും അമ്പലത്തിന്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാ പോരെ? സംഭവം അങ്ങനെ നടത്തിക്കോ. പക്ഷെ നീ എവിടെ വെച്ച് താലി കെട്ടും എന്നുള്ളത് വ്യക്തമാക്കണം. അമ്പലത്തിലാണോ ഓഡിറ്റോറിയത്തിലാണോ? താലികെട്ട് അമ്പലത്തിലും, സദ്യ അത് മതി. ഓഡിറ്റോറിയം വേണം. പിന്നെ നമ്മളീ രണ്ടു കൂട്ടരും രാജകുടുംബത്തിലുള്ള ആൾക്കാരായതുകൊണ്ടേ വർത്താനം പറയുമ്പോ ഒരു ലേശം ഉശിര് കൂടും. അതുപോട്ടെ, നോക്കണ്ട. അപ്പോ ഞങ്ങക്ക് നിങ്ങളുടെ സ്വത്തോ പണോ സ്വർണോ
ഇതൊന്നും ഒരു വിഷയല്ല. ഇതിന്റെ കൊച്ചുമോള്, ഞാൻ പറഞ്ഞില്ലേ, കൊച്ചുമോളെ ഞാൻ ഇവര് കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് 101 പവനാ കൊടുത്തത്. നമ്മുടെ കുടുംബത്തിന്റെ മഹിമ നമ്മളൊന്ന് കാക്കട്ടെ. അതെ, രാജകുടുംബാംഗല്ലേ. അല്ല, ഞങ്ങൾ ഈ യുക്തിവാദികൾ സ്ത്രീധനത്തിനെതിരാണ്. പക്ഷെ ഞങ്ങൾ വിശ്വാസികള് സ്ത്രീധനത്തിനെതിരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തേലും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കണം, പറഞ്ഞു പറ്റിക്കരുത് കേട്ടോ. ഞങ്ങൾ അങ്ങനത്തെ കുടുംബക്കാരല്ല. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പൊതുവേ പറഞ്ഞതാ. അതെ, എന്താ ഒരു ജിലേബി ഇങ്ങോട്ട് എടുത്തേ. വേണ്ട, കഴിക്കാറില്ല. ചായ കുടിക്കും? കഴിക്കാം. അപ്പൊ ഇനിയിപ്പോ നമ്മള് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സ്ഥിതിക്കേ ഇനിയിപ്പോ വല്ലാണ്ട് അങ്ങോട്ട് വെച്ചെന്ന് കേട്ടണ്ട. ഏതെങ്കിലും ഒരു ഡേറ്റ് അങ്ങോട്ട് തീരുമാനിക്കുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് അതങ്ങ് നടത്തുക. അങ്ങനെ ആവട്ടെ അല്ലേ? അതെ. മായാവതി അമ്മയും കുടുംബം എഴുതിയോ? ഇല്ല. അത് എഴുതി. ഇപ്പോ ഏകദേശം അർജുനും 4 പേര് ഏകദേശം ഉണ്ടാവും. അവരോടെ കല്യാണ ദിവസം വന്നാൽ മതി പറയട്ടോ, തലേ ദിവസം ഒന്നും അവര് വരണ്ട. അതെന്താ? ഈ അർജുനൊക്കെ തലേ ദിവസം വന്നു കഴിഞ്ഞാൽ 2 പുള്ളടിച്ച് വാള് വെച്ച് ആകെ അലമ്പാക്കും. പോരാത്തന്നെ ആ കമലഹാസനും ഉണ്ടാവും കൂടെ. അവനെ വിളിക്കാണ്ടിരുന്നാ പോരെ? എന്താ അളിയാ ഈ പറയണത്? അർജുനുള്ളടത്ത് അവല്ലേ ഇത്തിക്കണ്ണി പോലല്ലേ രണ്ടാളും? അതൊന്നും നോക്കണ്ടല്ലേ, കല്യാണാണ്. കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോ പിന്നെ അങ്ങനെ വിളിക്കാണ്ടിരിക്കണത്. എന്താ ചെയ്യും? രാഘവേട്ടനെ വിളിക്കണ്ടേ പറഞ്ഞ പോലെ? ഇയാളൊക്കെ വേണ കാസർഗോഡ് നിന്ന് ഇതുവരെ വരണ്ടേ, അപ്പോഴേക്കും കല്യാണം കഴിയും. വിളിച്ചില്ല എന്നുള്ള പരാതിയും കാര്യങ്ങളും ആവുമെന്നോ? വേണ്ട, ഒന്നാമത്തെ പ്രായവും കാര്യങ്ങളും. സുമേഷ് ചേട്ടനാ? സുമേഷ് ചേട്ടനെ വിളിക്കണം. വേണം. പിന്നെ സുമേഷ് ചേട്ടന് ഒരാഴ്ച മുമ്പ് നമ്മൾ വിളിച്ച് പറയണം. നല്ല കാര്യം നടക്കുമ്പോ ഒരു കാർന്നൊരു കുടുംബത്തിലുള്ള നല്ല. പിന്നെ അത് മാത്രല്ല, ഈ പന്തപ്പണിക്കാരും വെപ്പേരൊക്കെ വരുമ്പോ ഇല്ലാത്ത വടായി പറഞ്ഞ് അവരെ സൂചിപ്പിച്ചോളൂ. അല്ല, ആളുണ്ടെങ്കിൽ ഒരു ഗൗരവമൊക്കെ ഉണ്ടാവട്ടെ കാര്യങ്ങൾക്ക്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ എഴുതിയോ? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് നമ്മളിപ്പോഴത്തെ പ്രസിഡന്റ് ആൾക്കറിയില്ല. അറിയില്ലേ? TP നാരായണൻ എഴുതി. നാരാട്ടനാ? നാട്ടര പാട്ടാ. നാരാട്ടൻ റോഡൊന്നും തന്നെ അടിച്ചത് ഓർമ്മയില്ല. നാരാട്ടനെ പറയുന്നത് ഇവിടെ രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല. നമ്മുടെ വീട്ടിലെ MLA, MP, പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വരണം. അത് ഈ തറവാടിന്റെ ഐശ്വര്യം അങ്ങോട്ട് എഴുതാണ്ട്. തറവാടിന്റെ ഐശ്വര്യം എന്നല്ല, ആവശ്യമാണെന്ന് പറഞ്ഞാൽ മതി. തറവാടിന്റെ ഐശ്വര്യം അവര് അല്ല, നമുക്കൊരു ഐശ്വര്യമാണെന്ന് പറയാ മറ്റുള്ളവരുടെ മുമ്പില്. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട അടുത്ത് നിൽക്കുന്ന സഹായം ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കും. വയറിങ്ങത്തെ പ്രശ്നം അത് വേണ്ടതല്ലേ? അയാളൊന്നും വേണ്ട, അവനൊന്നും വേണ്ട, ചെക്കന്മാരെ ശരിയല്ല. അതെ, അവരൊക്കെ ഇനിയിപ്പോ വിളിച്ചില്ലെങ്കിലും എന്താ ശീതളായിട്ടാ കല്യാണം വിളിക്കാന്ന് ചോദിച്ചിട്ട് കേറിയോണ്ട് വരും. അതിൽ നല്ല വിളിക്കുക. അതെന്താ വേണ്ട ചെങ്ങൾ പറഞ്ഞാൽ മതിയെന്ന്. മെഗാ ഷോ വേണമെങ്കിൽ മെഗാ ഷോ ചെയ്യാൻ നമുക്ക്. മെഗാ ഷോ ആകുമ്പോ നമ്മള് സിനിമാ നടന്മാരെ കൊണ്ടുവരാം. നടിമാരും നടന്മാരൊക്കെ ഓരോ ഡാൻസും പാട്ടൊക്കെ ഉണ്ടാവും. സംഖ്യയാവും. ഗാനമേളെങ്കിൽ ഗാനമേളയാക്കാം നമുക്ക്. ഗാനമേള നമുക്ക് ഒരു പിന്നണി ഗായകനും പിന്നെ കുറച്ച് നാട്ടിലെ ഗായകന്മാരൊക്കെ വെച്ചിട്ട് ചെക്കന്മാരൊക്കെ തുള്ളിക്കാം. എന്തേ? ആയിക്കോട്ടെ. നാടകമുണ്ട്. നാടകം വെറൈറ്റി 15 നാടകം കയ്യിലുണ്ടല്ലോ. ഞാനൊരു പണിയാ, ഞാൻ കുറച്ച് ബ്രോഷർ ഇങ്ങനെ അയക്കാം. നാടകത്തിൻ്റെയൊക്കെ ബ്രോഷർ അയച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് ഏതാ വേണ്ട വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ഇൻഷാല്ലാ. ഞാൻ ഒരു മീറ്റിങ്ങിലാ. ശരി എന്നാൽ. എന്താ പറയാ, ഫോണിന് ഒരു സൗകര്യം ഇല്ല. അതാ ഒറ്റ മിനിറ്റ്, ഇതാണ് കുഴപ്പം. ഹലോ, ഓൾ ഇൻ വൺ ഇവന്റ് മാനേജ്മെന്റ് മൊയ്തു. പറഞ്ഞോളി. ഓർമ്മണ്ട് 24-ാം തീയതി അല്ലേ? ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കേനി. അതെ, നമ്മളെ പരിപാടിക്ക് സ്റ്റേജ് കെട്ടിയില്ലല്ലോ. കെട്ടുമ്പോ കുറച്ച് നീളത്തിൽ ഇട്ടോ. സാധാരണ സ്റ്റേജ് പോരാ, കുറച്ച് നീളത്തിൽ വേണം. കാരണം എന്താ അറിയോ, 25 ചെണ്ടക്കാരെ അങ്ങോട്ട് കൊണ്ട് നിരത്തും നമ്മള്. 25 ചെണ്ടക്കാര് ചെണ്ടെടുത്ത് എറിഞ്ഞാളും പോലെ. പുറത്തേക്കല്ല, ചെണ്ടെടുത്ത് മേപ്പെട്ട് എറിഞ്ഞിട്ട് അതിങ്ങനെ കീപ്പിട്ട് വരും. ഇങ്ങനെയൊക്കെയാണ് വായന. ഉസ്സാർ ടീമാണ്, ഞെട്ടിക്കണ്ട നമുക്ക്. അപ്പൊ സ്റ്റേജ് കുറച്ച് ഞാൻ പറഞ്ഞ അതന്നെ. പിന്നെ പൈസന്റെ കാര്യത്തിൽ കേട്ടോ, അഡ്വാൻസ് തന്നെനിക്ക് ഓർമ്മയുണ്ട് 10 റുപ്യ. ഇനി 65 റുപ്യ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് കേട്ടോ. ശരി എന്നാല് ഞാൻ വിളിക്കാട്ടോ. ഭയങ്കര വിസാണല്ലോ മോദി നീ. ഒന്നും പറയണ്ട സൂതേട്ടാ. ഈ ഏജൻസി തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ 2 മാസമായിട്ട് ഇഷ്ടം പോലെ പരിപാടിയാണ്. പഠിത്തം സഹായിച്ചെന്ന് പറഞ്ഞാൽ. അപ്പൊ അതൊക്കെ അവിടെ നിക്കട്ടെ പോയതോ. എന്തായി നമ്മുടെ കാര്യം? നമ്മുടെ കാര്യം എന്താണ്? 4-ാം തീയതി അല്ലേ? ഒക്കെ റെഡി അല്ലേ? ആരെടുത്ത് അങ്ങനെ ഏൽപ്പിച്ചേ?
1-ാം തീയതി രാവിലെ ഇവിടെ പന്തൽ പൊങ്ങും. ആ 2-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്ക് ബിരിയാണിയുടെ ആൾക്കാർ ഇവിടെ എത്തും. 3-ാം തീയതി വരണവർക്ക്. 3-ാം തീയതി രാവിലെ നമ്മളെ സദ്യന്റെ ആൾക്കാർ എത്തും. പോരെ ഇത് 3 തന്നെ മതി, ഇതൊക്കെ നടക്കണം. എന്താ ഇത് ഇന്നും നിലം തുടങ്ങിയല്ലോ ഇത്. കല്യാണത്തിന്റെ അന്ന് 3-4 പടയാളികൾ കുന്തവും പിടിച്ചിട്ട് നിൽക്കണം. പിന്നെ ഒരു രഥം വീട്ടിന്റെ മുമ്പിൽ തന്നെ ഉണ്ടാവണം. അതിനകത്ത് കല്യാണ ചെറുക്കന്റെ വീട്ടിൽ പോയിട്ട് അച്ഛൻ പറഞ്ഞു നമ്മള് രാജകുടുംബാന്ന്. അപ്പൊ നമ്മൊരു പ്രൗഢി കാണിക്കണ്ടേ? ഓ അത് നമുക്ക് ഇറക്കാം. നാടക എന്താ മൊയ്തോ താൻ പറയണേ? ഈ പൊട്ടൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വേണ്ട. പിന്നെ നീ ആ വിളിക്കേണ്ട ആളുകളെ ആലോചിച്ച് അത് എഴുത്. രഥമായിക്കോട്ടെ. ഓരോ വിവരക്കേട്. ഇതൊന്നും ഉണ്ടായിരിക്കണ അവിടെ. അല്ലെ നിങ്ങൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു വാളും പരിചയം വേണം ഇവിടെ കൊടുക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും താൻ കൃത്യമായിട്ട് ചെയ്തു തന്നാണ്. അതൊക്കെ അതെല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടാ വരുന്നത്. ആ കാശിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും നാം വിചാരിക്കണ്ട. സംഗതി ഗംഭീരാവണം. ഇത്തിരി ആർഭാടായിക്കോട്ടെ. നമ്മൾ ഏറ്റുന്നത് ഈ നാട് കണ്ട ഏറ്റവും നല്ല കല്യാണമായിരിക്കും നിങ്ങളെ മോളെ കല്യാണം. അതുപോലെ കച്ചവടം ആളുകൾ ഇല്ലാതുകൊണ്ട് കുറവാ. ഓട്ടം നിലച്ചതിനെ തുടർന്ന് പലരും ജോലി സമയം കുറച്ചു. ചിലർ ജോലി മതിയാക്കി വീട്ടിലിരിപ്പാണ്. പ്രതിസന്ധി കണക്കിലെടുത്ത് വാഹനങ്ങളുടെ വായ്പാ തിരിച്ചടവിന് സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അത്തരമൊരു ഘട്ടമുണ്ടായാൽ സർക്കാർ ആശുപത്രികളെ മാത്രം ആശ്രയിക്കാൻ സാധിക്കില്ല. കാരണം 37,000 ബെഡുകൾ മാത്രമാണ് സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളുള്ളത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക എന്നൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ സ്വകാര്യ ആശുപത്രികളെ കൂടി ഞാനാണ് ഒരു ശ്രമത്തിലേക്ക് ചിഞ്ചുമോൾ എന്തെടുക്കേ ആണോ? ഇല്ല, കാര്യങ്ങളൊക്കെ തീരുമാനമായി, ഡ്രസ്സൊക്കെ എടുത്ത്. മെഡിക്കൽ കോളേജ് അടക്കം പിന്നെ മുത്തിന്റെ ആ ബ്ലൗസിന്റെ അളവ് കൊടുത്തു വിട്ടില്ലേ? ആ ചേച്ചിയാണ് തയ്ക്കാൻ കൊടുത്തേക്കണത്. അപ്പൊ അതിൽ വല്ല വ്യത്യാസം വരുത്തണോ അല്ലെ അതുപോലെ തന്നെ മതിയാന്ന് ചോദിച്ചു. ആണ് അത് അത് തന്നെ മതിയല്ലേ? കാര്യം ശരി, നമ്മള് 2-3 കൊല്ലമായി സ്നേഹിക്കാൻ തുടങ്ങിയിട്ടെങ്കിലേ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആകെ ഒരു ടെൻഷൻ. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാ മതി എന്നാണ്. എങ്ങനെ ഒരാഴ്ച തള്ളി നീക്കുന്നാ ഞാൻ ആലോചിക്കണം. ഒരു ദിവസം ഒരു കൊല്ലം പോലെ എനിക്ക് തോന്നണം. വേറെന്താണ്? വീഡിയോ കോൾ വിളിക്കട്ടെ? കാണാൻ വേണ്ടിട്ടാണ്. എനിക്കൊരു ഉമ്മ തരാൻ പാടില്ലേ? ഞാൻ തരാനാ? ഉമ്മ കേട്ടില്ലേ? പിഞ്ചോളെ ചതിച്ചടി, ഞാൻ വിളിക്കാൻ കേട്ടാ. कर्फ्यू ही है. ആ ഇതിലേട്ടാ എന്താ മൊയ്തോ താൻ ഈ അസുഖമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കണേ? എനിക്ക് രോഗമൊന്നുമില്ലല്ലോ. തനിക്ക് രോഗമല്ലേ, പക്ഷെ പൊതുവെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാതെ നിൽക്കല്ലേ? മാസ്ക് ഇട്ടുണ്ടല്ലോ. മാസ്ക് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനിങ്ങനെ അലഞ്ഞു നടക്കണത്? കല്യാണത്തിന്റെ കാര്യം എന്തെങ്കിലും ആയോ? കല്യാണത്തിന്റെ കാര്യം മനുഷ്യനെ എങ്ങനെ ജീവിക്കണ്ടെന്ന് അറിയാത്ത കാലത്താ കല്യാണത്തിന്റെ കാര്യം. ഇതിന്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോ കല്യാണം കൂടി നടത്തണല്ലോ. എന്റെ പൊന്നു പോയതോ, ഞങ്ങൾക്ക് ഈ 10 ആളുകൾ വെച്ചിട്ടൊന്നും കല്യാണം നടത്താൻ പറ്റില്ല. മാത്രല്ല ചെറുക്കന്റെ ഒരു മുത്തശ്ശൻ ഉണ്ടല്ലോ, അങ്ങേര് തീരെ സമ്മതിക്കണില്ല. അല്ല ശരിയേട്ടാ, അതല്ല ഈ 50 ആൾക്കാരെ വരെ ഉൾക്കൊള്ളിക്കാന്ന് പറയണ്ടല്ലോ കല്യാണം. ഏടമോ ഇത് ഈ 50 ആളുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുടുംബത്തില് ഒരു ടീമിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ സെക്ഷൻ മുഴുവൻ വിളിക്കണം. അങ്ങനെ നോക്കുമ്പോ തന്നെ ഒരു 500 പേര് ചുരുങ്ങിയതുണ്ട്. പിന്നെ എങ്ങനെ വിളിക്കുക? അത് നടക്കണ കാര്യമല്ല, ഒന്നും നടക്കില്ല. ഇനിയിപ്പോ ഇതൊക്കെ മാറട്ടെ. അല്ല മാറാന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് പിന്നെ നടക്കണ്ടാവില്ല കേട്ടോ. മാത്തിയല്ലോ, എന്തിനപ്പോ തിരക്കൂട്ടണത്? അങ്ങനെ പറയില്ലെങ്കിൽ ഞമ്മക്കൊക്കെ ജീവിക്കണ്ടേ? ഇപ്പൊ തനിക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എന്റെ മോളെ കല്യാണം കഴിച്ചു വിടാൻ പറ്റുമോ? നിങ്ങൾക്കറിയോ
കഴിഞ്ഞ 3 മാസമായിട്ട് 35 പരിപാടി എനിക്ക് ക്യാൻസൽ ആയത്. ആകെ പൊട്ടി പാളീസായിട്ട് നിൽക്കുകയാണ് ചെയ്തിട്ടാ. വീട്ടിലാണെങ്കിൽ അതിലേറെ കഷ്ടപ്പാടാ. ഭാര്യ ഈ മാസം പ്രസവമാണ്, അവൾക്ക് ഒരുപാട് ചെലവാണ്. ഞാൻ തന്നെ ഒന്ന് കാണണം വിചാരിച്ചിട്ടിരിക്കുന്നു പോയത്. എന്തേ? അല്ല, ഞാൻ കുറച്ച് അഡ്വാൻസ് തന്നിരുന്നല്ലോ. അപ്പോ ഇതൊന്നും ഇപ്പോ തൽക്കാലം കൊണ്ട് നടക്കാനുള്ള ഒരു വട്ടം കാണാനില്ല. എന്നാ പിന്നെ താനതങ്ങോട്ട് തിരിച്ചു തരികയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ചെയ്തിട്ടെങ്കിൽ ചങ്കിക്കൊള്ള വർത്താനം പറയില്ലേട്ടെങ്കില്. അഡ്വാൻസ് ഒക്കെ എൻ്റെ അടുത്ത് എപ്പോ കഴിഞ്ഞെന്ന് ആകെ അണ്ണം മുട്ടി നിൽക്കുക ഞാൻ അപ്പൊ കല്യാണം എങ്ങനെയെങ്കിലും നടന്നിട്ടാണെങ്കിൽ കുറച്ച് പൈസ കയ്യിൽ ഒരു വെച്ചിട്ട് അപ്പൊ ഇങ്ങോട്ട് വന്നു. അതൊന്നും ഇപ്പൊ നടക്കില്ലടോ, കുറച്ച് കാലതാമസം എടുക്കും. എന്നാ പിന്നെ ഞാൻ പോട്ടെ ചേട്ടാ. എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഇല്ല ശിവദാസേ, നമ്മൾ അങ്ങനെയൊക്കെ നടത്തുവോ നിങ്ങളെയൊക്കെ വിളിക്കാതെ? ആഹാ, ഇല്ല, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് തന്നെയല്ല, അവരുടെ വീട്ടുകാർക്കും അത്ര താല്പര്യമില്ല ആളുകളെ അറിയിക്കാതെ ഒന്നും അങ്ങനെ ചെയ്യാനേ. അതെ അതെ അതെ, ഓക്കെ ഓക്കെ, അങ്ങനെ ആവട്ടെ. ശരി, ഞാൻ വിളിക്കാം. ശരി ശരി. എന്റെ പ്യാരി, താൻ പോയില്ലേ? അല്ല, നമ്മുടെ കാര്യം ഒന്ന് തീരുമാനമായെങ്കിൽ പിന്നെ പെട്ടെന്ന് നടത്തായിരുന്നല്ല. എന്ത് കഷ്ടം. ഇനി എന്ത് തീരുമാനിക്കാനാ? ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട്, അങ്ങനെ നടക്കില്ല. ഈ കൊറോണയുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് അവസാനിക്കട്ടെ, എന്നിട്ട് മതി. അല്ല, ഇത് ഇത്രയും നാള് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്നും ഒതുങ്ങണില്ലല്ലോ. അപ്പൊ ഇത്രയും നാള് നിങ്ങൾ വെയിറ്റ് ചെയ്തല്ലോ, ഇനി ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയട്ടെ. ഈ ഒരു സമയത്ത് കല്യാണം നടത്താൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇനി അതിന്റെ ഇടയിൽ കൂടെ ഈ എന്റെ വേണ്ടപ്പെട്ട ആളുകളെയും കൂടി വിളിക്കാതെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞാല്. അല്ല, ഞാൻ അപ്പൂപ്പനായിട്ട് സംസാരിച്ചപ്പോ എന്ത് പറഞ്ഞു? അപ്പൂപ്പൻ പറയണത് വീട്ടില് ലാസ്റ്റ് നടക്കുന്ന ഒരു ആവശ്യമാണ്. ബന്ധുമിത്രാദികളെ നാട്ടുകാരെയൊക്കെ വിളിച്ച് ആർഭാടമായിട്ട് നടത്തണ കാലത്ത് നടത്തിയാൽ മതി, അല്ലെ നടത്തണ്ടെന്നാ പുള്ളി പറയണത്. ആണല്ലോ, അതാണല്ലോ അവരുടെ അഭിപ്രായം. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അല്ല, അപ്പൂപ്പന്റെ കാര്യം എന്ന് വെച്ചാൽ അപ്പൂപ്പനൊക്കെ പഴയ ആളുകളല്ലേ. അച്ഛൻ എന്ന് പറഞ്ഞാൽ പുരോഗമനമായിട്ട് ചിന്തിക്കണല്ലേ. എനിക്കൊന്ന് കൈ പിടിച്ച് തന്നാ മതി ചിഞ്ചുവിന്റെ, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഒരു മനസാക്ഷി ഇല്ലാതെ പറയല്ല. 2-3 കൊല്ലമില്ല ഞാൻ അവളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. താൻ ഇനി ഇവിടെ സംസാരിച്ചു നിന്നിട്ട് കാര്യമില്ല. മാത്രമല്ല, താൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ വന്ന് കയറുന്നത് ശരിയല്ല. ഉള്ള കാര്യം പറയാലോ. തന്റെ മാസ്ക് എവിടെ? മാസ്ക് വണ്ടിയിൽ ഇരിപ്പുണ്ട്. മൂത്തവരുടെ മുമ്പിൽ ഈ മാസ്കും പറ്റിയൊന്നും ബഹുമാനക്കുറവ് കാണിക്കണ്ടല്ലാന്ന് കരുതിയിട്ടാണ്. അതെ, ഇത് ഇപ്പോഴൊന്നും നടക്കണ കാര്യമല്ല വ്യാധി. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾക്കും കുറെ ആളുകളൊക്കെ ഉണ്ട്. ബന്ധുക്കളെ അറിയിക്കാതെ ഒന്നും ഈ പരിപാടി നടക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ പോ. ഈ വൈകുന്നേരമുള്ള ഫോൺ വിളിയൊക്കെ ഒന്ന് കുറയ്ക്കും. ആ പെണ്ണിന് ഉറക്കം എന്ന് പറയണതില്ല. ഞാനൊന്ന് അവളെ കണ്ട് സംസാരിച്ചോട്ടെ. ഇപ്പൊ വേണ്ട പ്യാരി, ഇപ്പൊ പ്യാരി പോ. മാത്രമല്ല, ഇതിങ്ങനെ നീണ്ടുപോയ എന്റെ കയ്യിലിരിക്കുന്ന ഒരു മോള. നല്ലൊരു ആലോചന വന്നാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അച്ഛാ, നിങ്ങള് നിങ്ങളുടെ മുത്തച്ഛനോടോ ആരോടോ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ തീരുമാനം എടുക്കും. അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും ഒരു കുടുംബക്കാർ സമ്മതിക്കാതെ ഒന്നും എന്റെ മോളെ ഇറക്കി പറഞ്ഞയക്കാനൊന്നും പറ്റില്ല. ശരിയെന്നാ, അങ്ങനെ ആവട്ടെ. ഒന്നുകൂടി ഒന്ന് ആലോചിക്കാൻ പറ്റുമോ?